സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം 10 കന്യകമാരുടെ ആണ്. വിളക്കും എണ്ണയും എടുത്ത് പുറപ്പെട്ട കന്യകമാരുടെ ഉപമ. അതിൽ 5 കന്യകമാരുടെ കയ്യിൽ എണ്ണയില്ലായിരുന്നു. മണവാളിനെ കാത്തിരുന്ന് സമയം പോയി. മണവാളൻ വന്നപ്പോൾ സമയമേറെയായി. വരുന്നുവെന്ന് കേട്ട് കന്യകമാരെല്ലാവരും ഉണർന്നു. അവർ ഉറക്കത്തിലായിപ്പോയി. ഉണർന്നു വിളക്ക് തെളിക്കാൻ നോക്കിയപ്പോൾ 5 കന്യകമാരുടെ കയ്യിൽ എണ്ണയില്ല. എന്നാൽ മറ്റുള്ളവർ വിളക്ക് തെളിച്ച് കണ്ടപ്പോൾ അവർ ചോദിച്ചു, കുറച്ച് എണ്ണതാ, ഞങ്ങളും കൂടി തെളിക്കട്ടെ. പക്ഷെ അവർ കൊടുത്തില്ല. നിങ്ങൾ പോയി കടയിൽ പോയി മേടിക്കാൻ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്യകമാരോട് വലിയ വിഷമമായിരുന്നു ആദ്യമൊക്കെ. കാരണം ഇവരെ പിന്നെ എങ്ങനെയാ ഈ മണവാളൻ സ്വീകരിച്ചത്? ചോദിച്ചാൽ കൊടുത്തില്ലല്ലോ. നമ്മളോട് ചിലർ അങ്ങനെ പറയല്ലേ, ഇയാളൊക്കെ എന്തിനാ ഇങ്ങനെ ശുശ്രൂഷകനായത്? ചോദിച്ചാൽ തരികയല്ലോ. നമുക്ക് തരാൻ പറ്റുന്നതേ നമുക്ക് തരാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. കൊടുക്കാൻ പറ്റുന്നതേ കൊടുക്കാൻ പറ്റുള്ളൂ. അന്ന് എനിക്കത് മനസ്സിലായില്ല. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവിനെ ഒരാൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അത് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ നീ പരിശുദ്ധാത്മാവിനെ കൊടുത്താൽ നീ ദൈവമായി മാറും കേട്ടോ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊടുക്കാം. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തന്നെ കിട്ടണം. നിന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ സ്വർഗത്തിൽ പോയില്ലോ കേട്ടോ. ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ഓർക്കണ്ട. ചിലർ പറയാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ മെത്രാനുണ്ട്, എൻ്റെ കുടുംബത്തിൽ അച്ഛനുണ്ട്, വലിയൊരു ധ്യാനഗുരുവുണ്ട്. ഒരു വിശേഷവുമില്ല നമുക്ക്. അവരുടെ മാതൃകയിലൂടെ നമ്മൾ ഇതിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലെ അവർ സ്വർഗത്തിൽ പോവും. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ വിദേശത്തേക്ക് പോകാനായിട്ട് വരികയാണ്. ആരാ? പാസ്പോർട്ടും വിസയും ഉള്ളവൻ എയർപോർട്ടിൽ വന്നു. നമ്മളും കൂടത്തിൽ പോയി. ആ കൂടെ എത്ര പേരെ കയറ്റിവിടും ഇങ്ങോട്ട്? ആർക്കൊക്കെ പാസ്പോർട്ടും വിസയും ഉണ്ടോ അവരെയൊക്കെ കയറ്റിവിടും. ഇതാണ് ലോകത്തിൻ്റെ നീതി. ഇതിൻ്റെ അപ്പുറമാണ്. ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിലും. നിൻ്റെയും പാസ്പോർട്ടുണ്ടോ, നിൻ്റെയും വിസ ഉണ്ടോ, കയറിപ്പോവാം. അതുകൊണ്ട് ടൈമൊന്നും അറിയത്തില്ല നമുക്ക് കേട്ടോ. പ്രിപ്പയർ ചെയ്തിരുന്നു. പാസ്പോർട്ടും ഒക്കെ പുതുക്കി റിന്യൂ ചെയ്യാം കേട്ടോ. വിസയൊക്കെ ഉണ്ടോ നോക്കണം. എന്നിട്ട് പോകാൻ നോക്കുക. അങ്ങനെയുള്ള ഒരു കൃപാജീവിതം നയിക്കാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമദീവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എന്നിൽ നിറഞ്ഞിടണേ, ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.